യോഗം വിളിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി നാളെ രാവിലെ 11-നാണ് ഓൺലൈനായി യോഗം ചേരുക. ഷോക്കേറ്റുള്ള മരണങ്ങൾ പതിവായതോടെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ യോഗം വിളിച്ചു ചേർക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, ഒരുപക്ഷെ തുടർക്കഥയാവുകയാണ് ഷോക്കേറ്റുള്ള മരണങ്ങൾ സംസ്ഥാനത്ത്. ഒരുപക്ഷെ ഈ ഒരു യോഗത്തിൽ കൂടിയും കൃത്യമായ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് മറുവശത്ത് നിലനിൽക്കുന്നത്. വിഷു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷോക്കേറ്റുള്ള മരണങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുകയാണ്. അതിൽ കൊല്ലം തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണം, അതിൽ KSEBക്ക് ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ച, കെടുകാര്യസ്ഥത പലതവണ അത് വലിയ വിമർശനങ്ങൾക്ക് വകവെച്ചിരുന്നു. പിന്നാലെ നെടുമങ്ങാടുള്ള യുവാവിന്റെ മരണം. ഇതോടൊപ്പം തന്നെയാണ് മഴക്കാലത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം കൂടി KSEBക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈദ്യുതി ലൈനുകളുടെയും പോസ്റ്റുകളുടെയും ഒന്നും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കാര്യക്ഷമമായ നടപടികൾ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് KSEBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതിനുള്ള വലിയ വിമർശനങ്ങളൊക്കെ കേട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി കൂടിയാണ് നാളെ ഇത്തരത്തിലൊരു യോഗം മന്ത്രി വിളിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഈ മഴക്കാലം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ലൈനുകളിൽ മരച്ചില്ലകൾ വീണും അതോടൊപ്പം തന്നെ ലൈനുകൾ പൊട്ടി വീണും പോസ്റ്റുകൾ തകർന്നതും ഒക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയൊരു ചീത്തപ്പേര് വകുപ്പിന് ഉണ്ടാകാത്ത രീതിയിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടിയായിരിക്കും ഈ യോഗത്തിൽ നിർദ്ദേശം നൽകുക. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.